അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിന്നിരുന്ന താൽക്കാലിക വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെടുകയും സംഘർഷം വീണ്ടും രൂക്ഷമാവുകയും ചെയ്തതോടെ ആഗോള വിപണിയിൽ എണ്ണവിലയിൽ പെട്ടെന്നുള്ള വർധനവ് രേഖപ്പെടുത്തി. വെള്ളിയാഴ്ച വിപണി തുറന്നപ്പോൾ തന്നെ എണ്ണവിലയിൽ ഏകദേശം 3% വർധനവാണ് ഉണ്ടായത്. ബ്രന്റ് ക്രൂഡ് ബാരലിന് $1.20 വർദ്ധിച്ച് $101.26 WTI ബാരലിന് 85 സെന്റ് വർദ്ധിച്ച് $95.66 ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ചിരുന്ന US നാവികസേന കപ്പലുകൾക്ക് നേരെ ഇറാൻ വെടിയുതിർത്തതാണ് പുതിയ സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത്. ഇതിന് തിരിച്ചടിയായി ഇറാൻ ഓയിൽ ടാങ്കറുകൾക്ക് നേരെയും സിവിലിയൻ മേഖലകളിലും അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയതായി ഇറാൻ ആരോപിച്ചു. ഫെബ്രുവരി 28 ആരംഭിച്ച യുദ്ധത്തിനു ശേഷം ലോകത്തെ എണ്ണവാതക വിതരണത്തിന്റെ 1/5 കൈകാര്യം ചെയ്യുന്ന ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകണമെന്ന അമേരിക്കയുടെ ആവശ്യം ഇറാൻ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഇറാനും അമേരിക്കയും തമ്മിൽ സമാധാന കരാറിലേക്ക് അടുക്കുന്നു എന്ന റിപ്പോർട്ടുകളെ തുടർന്ന് കഴിഞ്ഞ 3 ദിവസമായി വിപണിയിൽ എണ്ണവില കുറഞ്ഞു വരികയായിരുന്നു. എന്നാൽ പുതിയ ആക്രമണങ്ങൾ ഈ പ്രതീക്ഷയ്ക്ക് തിരിച്ചടിയായി. സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുമ്പോഴും വിപണിയിലെ അനിശ്ചിതത്വം തുടരുകയാണ്. ഇതിനിടെ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ട്രംപിന്റെ നിർണായക പ്രഖ്യാപനങ്ങൾക്ക് തൊട്ടുമുമ്പ് എണ്ണ വിപണിയിൽ നടന്ന $7 ബില്യൺ വ്യാപാരങ്ങളെക്കുറിച്ച് US കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചു. വില കുറയുന്നതിന് മുൻപ് നടത്തിയ ഈ വ്യാപാരങ്ങളിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നാണ് അധികൃതർ പരിശോധിക്കുന്നത്. യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും വിപണിയിൽ വലിയ രീതിയിലുള്ള ചാഞ്ചാട്ടം ഉണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ.